സ്ലീഹ ഏഴാം വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെ, 17 മുതൽ 20 വരെ. 70 പേരെ അയക്കുന്നു. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന കൽപ്പനയാണ് തൻ്റെ ശിഷ്യർക്ക് യേശു അവസാനം നൽകുന്നത്. അതുതന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അവൻ അവരെ പരിശീലിപ്പിച്ചതും. അതിനുവേണ്ടി തന്നെയാണ് അവൻ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചതും. അപ്പോൾ എന്താണ് ഈ സുവിശേഷ പ്രഘോഷണം? ദൈവത്തിൻ്റെ രാജ്യം ലോകത്തിൽ വന്നിരിക്കുന്നു എന്നറിയിക്കുന്നതാണത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഉള്ളടക്കവും അതുതന്നെയാണല്ലോ. സാത്താൻ്റെ ഭരണം ലോകത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നതാണ് ആ പ്രഘോഷണം. ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അന്ധകാരം നീങ്ങി പ്രകാശം കടന്നു എന്നതാണ്. പ്രകാശമെന്നത് യേശു ലോകത്തിന് പകർന്നു തന്ന സുവിശേഷ മൂല്യങ്ങളാണ്. പ്രകാശത്തിന് യോജിച്ച മക്കൾ പ്രകാശത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ വന്നു നിറഞ്ഞ വ്യക്തികൾ പറയുന്ന വാക്കുകൾ ഇരുതല വാൾ പോലെ ശ്രോതാക്കളുടെ ആത്മാവിലും ചേതനയിലും മജ്ജയിലും തുളച്ചു കയറി വ്യക്തികളിൽ സമൂലമാറ്റം വരുത്തുന്നു. സുവിശേഷ പ്രഘോഷണത്തിന് ഏറെ പേരെ മതത്തിലേക്ക് ചേർക്കുക എന്നതിനേക്കാൾ ദൈവഹിതമനുസരിക്കുന്ന സ്നേഹസമൂഹം വാർത്തെടുക്കുക എന്നതാണ്.